തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇറച്ചിയില്ലാത്തൊരു ഇറച്ചിക്കറി വയ്ക്കാം. അതിന് വേണ്ട വസ്തുക്കൾ: ചൊരയ്ക്ക, ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോ, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഉപ്പ്, എല്ലാ കറികളെ പോലെ ഉപ്പും വെളിച്ചെണ്ണയും വേണം. ഇപ്പോൾ നമുക്ക് ചൊരയ്ക്ക അരിഞ്ഞ് റെഡിയാക്കാം. ഇത് മൂക്കാത്ത ചൊരയ്ക്കായ കാരണം നമുക്കിത് കുരു കളയണ്ട, അങ്ങനെയാണ് അരിഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ചൊരയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതേ വലിപ്പത്തിൽ തന്നെ അരിയുക. അപ്പോൾ നമ്മുടെ ചൊരയ്ക്ക ഉരുളക്കിഴങ്ങും അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി കൊണ്ടുവരണം. അരയ്ക്കുകയോ ചതയ്ക്കുകയോ ചെയ്ത് നല്ല പേസ്റ്റാവണം. സവാളയും തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമ്മളിതിൻ്റെ വായ് മാത്രം പൊട്ടിക്കുകയുള്ളൂ, അരിയില്ല. ഇപ്പം നമ്മൾ സവാള ചെറുതായിട്ട് അരിയുകയാണ്. ഇതുപോലെ നമ്മൾ ഈ സവാള അരിയണം. ഇനി നമുക്ക് തക്കാളി അരിയാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് അരിയാം, കാരണം നമ്മളിത് നന്നായിട്ട് വഴറ്റി പേസ്റ്റ് പോലെ ആക്കും. നമുക്ക് അരിയണേന് രൂപങ്ങളൊന്നും വേണമെന്നില്ല, കാരണം നമ്മളിത് പേസ്റ്റ് പോലെ വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ ടൊമാറ്റോയും പച്ചമുളകും ഉള്ളിയും അരിഞ്ഞു, ചൊരയ്ക്കയും ഉരുളക്കിഴങ്ങും അരിഞ്ഞു. ഇനി നമുക്കിത് റെഡിയാക്കാൻ പോവാം. ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് നമ്മുടെ ഇറച്ചിക്കൂട്ടാനുള്ള ഉരുളി അടപ്പത്തേക്ക് വെച്ചു. നമ്മൾ ടൊമാറ്റോയും സവാളയും വഴറ്റാനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. അപ്പം നമ്മുടെ എണ്ണ ചൂടായി നമ്മൾ തക്കാളിയും സവാളയും പച്ചമുളകും ഇതിലേക്ക് ഇടുക. നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പിടുകയാണ്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയും സവാളയും ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണിത്. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കരിവേപ്പില ഇടുക.
ഉരുളിക്ക് ഭയങ്കര ചൂടാണ്, അത് കാരണം ഞാനിത് സിമ്മിലിട്ടു. ഇതിനകത്തേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും ചേർത്തു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇപ്പം നമ്മുടെ ചുരയ്ക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇടുക. നമ്മളിതിനെ ഇളക്കി യോജിപ്പിക്കുക. എല്ലാ പച്ചക്കറിയിലും നമ്മുടെ മസാല പിടിക്കണം, അതിന് വേണ്ടി നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിന് 1 കപ്പ് വെള്ളം ഇതിലൊഴിക്കുക. ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് സിമ്മിൽ നമ്മൾ അടച്ചു വേവിക്കുക. ഉരുളിക്ക് പറ്റിയ അടപ്പില്ലാഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ സിമ്മിലിട്ടേക്കുക. ഇപ്പം നമ്മുടെ കറി എവിടം വരെ എത്തിയെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കറി വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് സാധാരണ ഇറച്ചിക്കറിയുടെ പാകത്തിന് വെള്ളം വറ്റി വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് ഭംഗിയായിട്ട് വെന്തു, ആവശ്യത്തിന് വെന്തു. ഇപ്പം നമുക്കിതിനകത്തേക്ക് 1 സ്പൂൺ കറി മസാലപ്പൊടി ചേർക്കാം. നമ്മൾ സിമ്മിലിട്ട് വേവിച്ചത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വന്നേക്കണം, അല്ലെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചാൽ വേവില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നണില്ലേ ചിക്കൻ കറിയുടെ ചായ വന്നു എന്ന് തോന്നണില്ലേ? ഇപ്പം നമുക്ക് ഫുള്ളിലിടാം. ഇത് ഹാഫല്ല, ഫുള്ളായിട്ട് ഇട്ടു. ഇപ്പം നമ്മളുടെ കറി റെഡിയായി, എല്ലാം വെന്ത് കറക്റ്റ് എണ്ണ തെളിഞ്ഞ് ഭംഗിയായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി റെഡിയായി. ഉരുളിക്ക് നല്ല ചൂടായ കാരണം ഇത് കുറച്ചും കൂടി ഡ്രൈ ആവും. ഇറച്ചിക്കറി ഏതിനെല്ലാം നമ്മൾ ഉപയോഗിക്കും അതെല്ലാം ചപ്പാത്തിക്കാവും, ചോറിനാവും, ഏതിന് വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. നല്ലതാണ്, നല്ല കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.